വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ദിസ് ഈസ് സരിത ഫ്രം സരിതാസ് വ്ലോഗ്. ഇന്ന് ഞാൻ എടുത്തു തരാൻ പോകുന്നത് +1 ക്ലാസ്സിലെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ആദ്യ ചാപ്റ്ററിലെ സയന്റിഫിക് നൊട്ടേഷൻ എന്ന വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ്. വളരെ ചെറിയ ടോപ്പിക്കാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും വളരെ പ്രാധാന്യമുള്ളതാണ് ഈ സയന്റിഫിക് നൊട്ടേഷൻ. നമുക്കറിയാം, കെമിസ്ട്രി എന്ന സബ്ജക്റ്റില് നമ്മൾ ഡീൽ ചെയ്യുന്നത് ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ് പോലെയുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആണ്. ഇത്തരം കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ ഒക്കെ മാസ് എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. അതുമാത്രമല്ല, നമ്മളിപ്പോ ഒരു പദാർത്ഥം എടുത്തു കഴിഞ്ഞാൽ ആ പദാർത്ഥത്തിൽ ഒരുപാട് എണ്ണം ആറ്റംസ് ഉണ്ടാവും, അല്ലെങ്കിൽ മോളിക്യൂൾസ്, ഏതാണോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് അതുണ്ടായിരിക്കും. അപ്പോ ഇങ്ങനെ എണ്ണത്തില് വളരെ കൂടുതലാവുകയും അതുപോലെ തന്നെ അതിന്റെ മാസ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ 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 കുറവാകുകയും ചെയ്യുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് n × 10⁻n എന്ന ഫോമിലാണ്. അപ്പൊ സയന്റിഫിക് നൊട്ടേഷൻ എന്നാൽ എന്താണ്? ഇറ്റ് ഈസ് എ വേ ഓഫ് റൈറ്റിംഗ് വെരി ലാർജ് ഓർ വെരി സ്മോൾ നമ്പേഴ്സ് ഇൻ ദ ഫോം ഓഫ് n × 10⁻n. ഇവിടെ n, ക്യാപിറ്റൽ ലെറ്റർ എന്നിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു നമ്പറാണ്. ഈ സ്മോൾ n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സ്പോണന്റ് ഹാവിംഗ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്. ആ സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആകാം, അതായത് ഇപ്പോ 2, 3, 4, 5, 6 എന്നൊക്കെ ആകാം. നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആകാം, ഫോർ എക്സാമ്പിൾ -4, -3, -16, -8 അങ്ങനെ പോകുന്നു അതിന്റെ വാല്യൂസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ ബോർഡ് നിറച്ചും എഴുതിയിട്ടുണ്ട് ഒരു നമ്പർ, അല്ലെ? നമുക്ക് കാണുമ്പോ തന്നെ അത് പേടിയാവും, ഒരു വിമ്മിഷ്ടാണ് ഇത് കാണുമ്പോ. എന്താണ് ഈ ടീച്ചർ എഴുതിയിട്ടുള്ളത്? ഇങ്ങനെ കൗണ്ട്ലെസ് ആയിട്ടുള്ള ഒരു നമ്പർ പോലെയാണ് നമുക്ക് തോന്നുന്നത്, ശരിയല്ലേ? അപ്പോ ഇത്തരം നമ്പറുകൾ വരുമ്പോ അതിനെ ഒന്ന് ചുരുക്കി എഴുതാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സയന്റിഫിക് നൊട്ടേഷൻ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ 10ന്റെ പവർ ആയിട്ടാണ് എഴുതുക. ഈ ഒരു വലിയ നമ്പറിനെയാണ് ഞാൻ ഈ രീതിയിൽ എഴുതിയിട്ടുള്ളത്, 6.022 × 10⁻23. ഇതെങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് കണ്ടുവെക്കുക, ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഈ ഒരു നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതാണ് അവോഗാഡ്രോ നമ്പർ. നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്ന ഒരു നമ്പറാണ് അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് 1 മോൾ സബ്സ്റ്റൻസിലും കാണുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ്. അത് ആറ്റം ആയിക്കോട്ടെ, മോളിക്യൂൾ ആയിക്കോട്ടെ, എന്തായിരുന്നാലും ഒരു മോള് സബ്സ്റ്റൻസിൽ കാണുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഈ അവോഗാഡ്രോ നമ്പർ ആണ്. ഇനി 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലേക്ക് വെച്ചിട്ട് ഏറ്റവും ചെറിയ അറ്റോമിക് നമ്പർ ഉള്ള ഒരു എലമെന്റ് ആണ്. ഈ ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് നോക്കൂ, വളരെ 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 ചെറുതാണ്. നോക്കൂ, പോയിന്റ് ഇട്ട് 0.0000 ഇങ്ങനെ എഴുതി ലാസ്റ്റ് ഇതാ ഒരു 166 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെ സയന്റിഫിക് നൊട്ടേഷനിൽ എഴുതുന്നത് ഈ രീതിയിലൂടെയാണ്, 1.66 × 10⁻24. അപ്പോ ഇതാണ് ഇവിടുത്തെ ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. ഈ N ഉണ്ടല്ലോ, and 10⁻⁻24. ഹിയർ -24 is the small letter n. കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അതുപോലെ അനവധി എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഉണ്ട്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഉണ്ട്. ഇപ്പൊ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ഇനിയും ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ തന്നെ ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. 6.626 × 10⁻34. അപ്പൊ സയന്റിഫിക് നൊട്ടേഷനെ കുറിച്ച് ചെറിയൊരു അറിവ് കിട്ടിയിട്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് ഒരുപാട് നമ്പറുകൾ തന്നിട്ട് ആ നമ്പറുകളുടെ സയന്റിഫിക് നൊട്ടേഷൻ എങ്ങനെ എഴുതാന്നുള്ളത് അറിയണം, എന്നാലേ നമ്മൾക്ക് ഇത് മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോ ഇനി നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാരും റെഡിയല്ലേ? ഓക്കെ, ഞാനിവിടെ കുറച്ച് നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ നമ്പറുകളുടെ ഒക്കെ സയന്റിഫിക് നൊട്ടേഷൻ എഴുതാനായിട്ട് പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് 4350. ഇങ്ങനെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ സയന്റിഫിക് നൊട്ടേഷൻ എഴുതുന്നത്? ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇവിടെ ഈ 4350 എന്ന് പറയുമ്പോൾ ഈ ഒരു നമ്പറിലെ ഡെസിമൽ പോയിന്റ് എടുക്കുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. ഡെസിമൽ എഴുതിയിട്ടില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്.
ഈ ഒരു ഡെസിമല് നമ്മള് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. നോക്കൂ കേട്ടോ, ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഒരു തവണ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, അഗെയിൻ വൺ ടൈം നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, പിന്നെയും ഒരു തവണയും കൂടി നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോ ഈ ഡെസിമൽ പോയിന്റ് എത്ര പ്ലേസ് ആണ് നീങ്ങിയിട്ടുള്ളത്? 1, 2, 3. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതുകയാണ് 4.350 into 10⁻3. അപ്പൊ നമ്മൾ ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ആണോ നീക്കിയത് അതായിരിക്കും, ആ എണ്ണായിരിക്കും ഈ 10ന്റെ പവർ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഡെസിമൽ പ്ലേസ് ലെഫ്റ്റ് സൈഡിലേക്കാണ് നീക്കിയതെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് ഉണ്ടാവുക. നമ്മൾ എത്ര ഡിജിറ്റ് ആണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് അതിനനുസരിച്ചുള്ള ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇതിനർത്ഥം 4350 എന്ന നമ്പർ ഇറ്റ് ഈസ് ഈക്വാലന്റ് ടു 4.350 into 10⁻3 എന്നാണ്. നമ്മൾ എപ്പോഴും ഒരു സയന്റിഫിക് നൊട്ടേഷൻ എഴുതുന്ന സമയത്ത് ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ വരുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് അടുത്ത നമ്പർ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട് എന്നുള്ളത് അസ്യൂം ചെയ്യാം. ഈ ഡെസിമൽ പ്ലേസിനെയാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഈ 8 പോയിന്റ് എന്നുള്ളത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് എത്ര ഡിജിറ്റ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോണം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതാ നോക്കൂ, ഒരു ഷിഫ്റ്റിംഗ് ചെയ്തു, 2, 3, 4, 5. അപ്പൊ എത്ര പ്ലേസ് ആണ് ഈ ഒരു ഡെസിമൽ പോയിന്റ് നീങ്ങിയത്? 5 അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ എഴുതുന്നത് എങ്ങനെയാ? 8.13400 into 10⁻5. ക്ലിയർ ആയോ? നമ്മൾ എത്ര ഡെസിമൽ പ്ലേസ് നീക്കുന്നുവോ അതിനനുസരിച്ചുള്ള എണ്ണായിരിക്കും ഇവിടെ വരുന്നത്. അത് പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡെസിമൽ പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നത്. ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് എഴുതാലോ. 200നെ എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞേ? 2.00 into 10⁻2. ശരിയല്ലേ? ഇവിടെയായിരുന്നു ഡെസിമല്, നമ്മൾ ഇങ്ങോട്ട് നീക്കി. ഇങ്ങനെ ഷിഫ്റ്റിംഗ് കാണിക്കണമെന്നൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ എഴുതാം? 2.185 into 10⁻3. ഓക്കെ, 3 ഡെസിമൽ പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ 1, 2, 3, അതുകൊണ്ടാണ് ഇവിടെ 3. അപ്പൊ 2.185. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിന്റെ അർത്ഥം എന്താണ് മക്കളെ? 2185 എന്ന് പറഞ്ഞ നമ്പർ ഇറ്റ് ഈസ് ഈക്വാലന്റ് ടു 2.185 into 10⁻3. ഇങ്ങനെയാണ് ഒരു സയന്റിഫിക് നൊട്ടേഷൻ എഴുതുന്നത്. ഇതാണ് ഈ ഒരു നമ്പറിന്റെ സയന്റിഫിക് നൊട്ടേഷൻ. ഓക്കെ, ക്ലിയർ? ദെൻ ഇനി ഇത് ഓൾറെഡി ഒരു ഡെസിമൽ ഉള്ള ഒരു നമ്പർ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നത്? 6 പോയിന്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. എത്ര ഡിജിറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം? ഈ ഡെസിമൽ പോയിന്റ് എത്ര പ്ലേസ് ലെഫ്റ്റിലേക്ക് നീങ്ങണം? പറയാൻ പറ്റുമോ? ട്രൈ ചെയ്തു നോക്ക്. അപ്പൊ 1, 2, 3, 4. Okay, then you will get the answer 6.23456 into 10⁻2. എത്ര വരും? 4. നെക്സ്റ്റ് 723.58. ഇങ്ങനെ എഴുതുന്നത് 7.2358 into 10⁻2. എത്ര ഡിജിറ്റ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്? ഈ ഡെസിമൽ പ്ലേസ് എത്ര ഡിജിറ്റ് ആണ് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്? ലെഫ്റ്റ് സൈഡിലേക്ക് 2. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതുന്നു 7.2358 into 10⁻2, 10 to the power of 2.
ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ സ്വയം എഴുതി നോക്കുക. നമ്മൾ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആവും. ഇപ്പൊ നമ്മള് ഈ 10ന്റെ പവർ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ എങ്ങനെ വരുന്നെന്ന് മാത്രമല്ലേ പഠിച്ചുള്ളൂ. ഇത് എന്തും വരാം, നെഗറ്റീവ് വാല്യൂവും വരാം. അപ്പൊ എങ്ങനെയാണിത് ചെയ്യാന്നുള്ളതും കൂടി അറിയണ്ടേ? നമുക്കിനി അടുത്തത് അത് പഠിക്കാം. അപ്പൊ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും. 0.0012 എന്ന ഒരു നമ്പർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിനെ ഞാൻ എഴുതുകയാണ് 1.2 into 10⁻³ അപ്പൊ ഞാൻ എന്താണ് ഇവിടെ ചെയ്തത്? നേരത്തേതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്? നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് ഈ ഒരു ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്, അല്ലെ? എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഡെസിമൽ പോയിന്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഒരു തവണ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, അപ്പോ ഇവിടെ വെച്ചൊരു ഡെസിമൽ കിട്ടി. വീണ്ടും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു ഡിജിറ്റ് കിട്ടി. 1 എന്ന് പറയുന്നത് 0 അല്ലാത്ത ഒരു ഡിജിറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോ ഒരു ഡിജിറ്റ് വന്നു, അത് കഴിഞ്ഞിട്ട് ഡെസിമൽ വരുന്ന രീതിയിലായിരിക്കണം സയന്റിഫിക് നൊട്ടേഷൻ എപ്പോഴും എഴുതേണ്ടത്. അപ്പൊ നമ്മളിവിടെ എത്ര പ്ലേസസുകളാണ് ഇവിടെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോയിട്ടുള്ളത്? 1, 2, 3 അല്ലേ? അതുകൊണ്ടാണ് ഞാനിവിടെ 10⁻³ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുന്നിൽ കണ്ട ഒരു മൈനസ് ഉള്ളത്. അപ്പൊ നമ്മള് റൈറ്റിലേക്കാണ് ഇത്തരത്തില് ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ചെയ്തതെങ്കിൽ അവിടെ നമ്മൾ മൈനസ് എന്നുള്ളത് കൊടുക്കണം. അപ്പോ 0.0012 is equivalent to 1.2 into 10⁻³ ഇനി ഈ ഒരു എക്സാമ്പിൾ എങ്ങനെയാ നമ്മൾ എഴുതുന്നത് നോക്കൂ. ഷിഫ്റ്റിംഗ് ശ്രദ്ധിക്കണം കേട്ടാ. 1, 2, 3, 4, 5. So the scientific notation is 8.34 into 10⁻⁻⁵. ഉണ്ടോ വ്യത്യാസം? മനസ്സിലായില്ലേ? നെക്സ്റ്റ് 0.076. അപ്പോ ഈ ഡെസിമൽ പ്ലേസ് നമ്മൾ ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 7 പോയിന്റ് വെച്ച് നമ്മൾ എഴുതണം. സോ 7.6 into 10⁻². നെക്സ്റ്റ് ഇതൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് തന്നെ സ്വയം ഇപ്പോൾ പറയാൻ സാധിക്കുന്നതാണ്. ഈ ഡെസിമൽ പോയിന്റ് ഈ 8 പോയിന്റ് എന്നുള്ളതിലേക്ക് എത്തിക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എത്ര ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതേ ശ്രദ്ധിക്കണ്ടോ കേട്ടോ. അപ്പൊ നോക്കൂ, ഈ ഡെസിമൽ പോയിന്റ് ഇവിടേക്ക് 1, 2, 3, 4, 5, 6, 7. Then the answer is 8.43 into 10⁻². എന്താ എഴുതേണ്ടത്? +7 എഴുതണോ -7 എഴുതണോ? Yes, of course it is -7. അപ്പോ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂ വരും. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് 10ന്റെ പവർ പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇനിതാ ഇത് ചെയ്യാം. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് പറയാം. That is the answer is 2.81 into 10⁻⁻⁴. 1, 2, 3, 4. 2.81 into 10⁻⁻⁴. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ സ്വയം ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ സയന്റിഫിക് നൊട്ടേഷൻ ക്ലിയർ ആവും. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചു ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സയന്റിഫിക് നൊട്ടേഷൻ എഴുതുക എന്നുള്ളത്. ഇനി നേരെ തിരിച്ചു തരികയാണ്. അതായത് സയന്റിഫിക് നൊട്ടേഷൻ തന്നിട്ട് എങ്ങനെ അതൊരു നമ്പർ ആക്കി എഴുതാം അതും കൂടി പഠിക്കാം. ഇനി കൺവേർഷൻ ഓഫ് സയന്റിഫിക് നൊട്ടേഷൻ ടു നമ്പർ എങ്ങനെയാന്നുള്ളത് നോക്കാം. നമ്മളിപ്പോ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെ സയന്റിഫിക് നൊട്ടേഷൻ എഴുതാന്നുള്ളത് മനസ്സിലാക്കിയല്ലോ. ഇനി നേരെ തിരിച്ചൊന്ന് പഠിക്കാൻ പോവാണ് കേട്ടോ. കൺഫ്യൂഷൻ ആക്കാനല്ല, അതും അറിഞ്ഞിരിക്കണ്ടേ. ഓക്കെ, 2.42 into 10².
അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് 10 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. അപ്പൊ ഇതിനർത്ഥം 2.42 into 100 എന്നുള്ളതാണ്. ശരിയാണല്ലോ. അപ്പൊ നമ്മള് ഒന്നും കൂടി സിമ്പിൾ ആക്കുകയാണ്. ഇവിടെ 100 എന്നാവുമ്പോ ഈ ഒരു 2.42ന്റെ ആൻസർ നമ്പർ ആക്കി എഴുതാൻ യാതൊരു പ്രയാസവും ഇല്ല അല്ലെ. അല്ലാതെ തന്നെ നമ്മൾ എങ്ങനെ എഴുതാന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇവിടെ 10ന്റെ പവർ എന്ന് പറയുന്നത് 2 ആണല്ലോ. ആണ്. അപ്പോ നമ്മൾ ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഈ 2 പ്ലേസുകൾ ഷിഫ്റ്റ് ചെയ്ത് ഡെസിമൽ പോയിന്റ് ഇടണം. അതാണ് ആ ഒരു നമ്പർ ആയിട്ട് വരിക. അപ്പൊ എന്താ വരുന്നത്? 2 ആണ് ഇവിടത്തെ 10ന്റെ പവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പ്ലേസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 242. 7.28 into 10 raised to 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സയന്റിഫിക് നോട്ടേഷൻ നമ്മൾ എങ്ങനെയാ നമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം? സംഭവം നിസാരാണ്. ഈ ഡെസിമൽ പോയിന്റ് 3 പ്ലേസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇടുക. 3 പ്ലേസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോ ഈ ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 0 ഇടണം കേട്ടോ. അപ്പൊ ഇവിടെ വരുന്ന വാല്യൂ നോക്കൂ, 7280. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പൊ ഇവിടെ നമ്മള് 0 ഇല്ല, പക്ഷെ നമ്മളിവിടെ 0 ഉണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലാണ്. അപ്പൊ അവിടെ 0 വരും. അപ്പൊ ഇത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മളുടെ ഡെസിമൽ പോയിന്റ് വരും, അതായത് ഇവിടെ. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇല്ല. ഇനി 5.32 into 10 raised to 4 എന്ന് പറയുമ്പോ ഇവിടെ 4 പ്ലേസ് ആണ് ഡെസിമൽ കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. ബാക്കി 2 എണ്ണത്തിനെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? 0 ആഡ് ചെയ്യും. അപ്പൊ എങ്ങനെ വരാ? 5 3 2 0 0. ഇതിന്റെ അർത്ഥം എന്താ? ഈ ഒരു നമ്പറും ഈ ഒരു നമ്പറും തുല്യാണ്. സയന്റിഫിക് നൊട്ടേഷൻ ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അതായത് 10ന്റെ പവർ ആയിട്ട് നമ്മൾ എഴുതി. അത്രേ വ്യത്യാസമുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ മക്കളെ? ഈ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാമെന്നല്ലേ? നമുക്ക് നോക്കാലോ. ഇതാണ് ഇവിടുത്തെ ഡെസിമൽ പോയിന്റ്. ഇത് നമ്മൾ 5 പോയിന്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോ ഡെസിമൽ പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 5.32 into 10 raised to 4. അതല്ലേ ഇത്? കണ്ടോ? നമുക്കതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി 1.25 into 10 raised to 8 എന്ന് പറയുമ്പോ ഇവിടെ 8 പ്ലേസ് കഴിഞ്ഞിട്ടായിരിക്കണം എന്ത് വരേണ്ടത്? ഡെസിമൽ പോയിന്റ് വരേണ്ടത്. ഇവിടെ ഓൾറെഡി 2 പ്ലേസ് ഉണ്ട്. ബാക്കി 6 എണ്ണം നമ്മൾ 0 കൊണ്ട് എഴുതി ഫില്ലാക്കണം. അപ്പൊ എന്താ വരിക? 1 2 5 0 0 0 0 0 0. ഇതും ഇക്വാലന്റ് ആണ്. ഇപ്പൊ ക്ലിയർ ആയിണ്ടാവും അല്ലെ? ഇനി നെക്സ്റ്റ് 3.01 into 10 raised to 1 എന്താ? ഒരു പ്ലേസ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? 30.1. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം 3.01 into 10 എന്ന് പറയുന്നത് 10 raised to 1 എന്ന് പറയുന്നത് 10 ആണ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30.1 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അല്ലാതെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇതുപോലെ വരുന്ന വാല്യൂസിനെ എങ്ങനെയാണ് നമ്മൾ നമ്പറിലായിട്ട് എഴുതുന്നത്? അതുകൂടി ഒന്ന് കാണാം. 5.8 into 10 raised to -3. അപ്പൊ അത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്ര നമ്പർ ഉണ്ടോ അത്രയും നമ്പർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോഴേ ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള നമ്പർ നമുക്ക് ഇവിടുന്ന് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോ നമ്മൾ ഈ ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ 0.5 എന്ന് വരും. വീണ്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ എന്തുണ്ടായിരിക്കണം? 0. ഇതിൽ നിന്ന് വീണ്ടും ഷിഫ്റ്റ് ചെയ്തു, അപ്പോഴും 0. എന്നിട്ടേ നമ്മളൊരു പോയിന്റ് ഇടുക. ഓക്കെ. അപ്പോ നമ്മളിവിടെ എഴുതാണ് എന്തെന്ന് നോക്കൂട്ടോ. 0.0058. അപ്പൊ 5.8 into 10 raised to -3 is equivalent to 0.0058. അപ്പൊ
അപ്പൊ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഡെസിമൽ പ്ലേസ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോ 10⁻³ എന്ന് പറയുമ്പോ -3 എന്ന് പറയുമ്പോ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. എത്ര നമ്പർ ഉണ്ടോ ഇവിടെ അത്രയും നമ്പർ ഷിഫ്റ്റ് ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക്. ഓക്കെ. Then 2.14 into 10⁻⁻⁴. അപ്പൊ എന്താ ചെയ്യാ? ഇവിടെ -4 ആണ്. അപ്പൊ നമ്മള് ഇവിടേക്ക് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടണമെങ്കിൽ ഈ ഒരു ഡെസിമൽ പോയിന്റിൽ നിന്ന് 4 പ്ലേസ് ലെഫ്റ്റിലേക്ക് നീക്കിയിട്ട് വേണം ആ ഡെസിമൽ പോയിന്റ് ഇടാൻ. നോക്കൂ, 0.0000214 കണ്ടോ? അപ്പൊ ഇവിടെയായിരുന്നു ഓൾറെഡി ആദ്യത്തെ ഡെസിമല്. ഇപ്പൊ ഞാൻ ഇതിനെ 1 2 3 4 അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് 0.0000214 എന്നുള്ളത് കിട്ടി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 10ന്റെ പവർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കുക. 10ന്റെ പവർ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? റൈറ്റ് സൈഡിലേക്ക്. നെഗറ്റീവ് ആണെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് 12.108 into 10⁻⁻². അപ്പോ ഈ ഒരു ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. നമുക്ക് എന്ത് വന്നു? 0.12108. ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയൊക്കെ ഉള്ള അറിവുകള്. ഇനി 100.576 into 10⁻⁻6. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഡെസിമൽ പ്ലേസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. 2 3ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഇവിടെ ഇല്ല. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്തിടണം? സീറോസ് ഇടണം. എത്ര സീറോസ് ഇടണം? ഇവിടെ ഓൾറെഡി 3 ഉണ്ട്, 6 വേണ്ടത്. അപ്പോ 3 സീറോസും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പൊ എന്താ വരിക? 0.000100576 എന്ന് വെച്ചാൽ എന്താണ്? ഈ 100.576 into 10⁻⁻6 is equivalent to 0.000100576. ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ സയന്റിഫിക് നൊട്ടേഷൻ തന്നെ ഉപയോഗിച്ച് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് നമ്പറുകൾ ഇതുപോലെ എടുത്ത് അതിനെ സയന്റിഫിക് നൊട്ടേഷൻ ആക്കി മാറ്റുക, സയന്റിഫിക് നൊട്ടേഷൻ എഴുതിയിട്ട് തിരിച്ച് നമ്പറിലേക്ക് ആക്കുക. അങ്ങനെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോ ഈ സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ടോപ്പിക് ആയിട്ട് മാറും. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.